കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലവിലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. UDF സർക്കാർ ചെലവാക്കിയതെല്ലാം ബജറ്റിന് പുറത്തെ ചെലവുകളാണെന്നും ധനമന്ത്രി പറഞ്ഞു. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ശുദ്ധ പ്രഹസനമായിട്ട് മാറി. ഈ മൂലധന ചെലവ് കുറയാണ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന വരുമാനത്തിന്റെ ശതമാനമായി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ചെലവെല്ലാം ദൈനംദിന ചെലവാക്കി മാറ്റി. അതാണ് ഈ പ്രതിസന്ധിയുടെ കാരണം എന്ന് പറയുന്നത്. ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾക്കല്ല അപ്പപ്പോൾ വിളി തോന്നുന്ന കാര്യങ്ങൾക്കൊക്കെ പണം എടുത്ത് ചെലവഴിക്കാം. ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും വൻകിട മൂലധന നിക്ഷേപം കേരളത്തിൽ സാധ്യമാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് വെല്ലുവിളി. ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വൻകിട നിക്ഷേപങ്ങളാകാം എന്ന് കരുതി കഴിഞ്ഞാൽ അത് വളർച്ചയ്ക്ക് വലിയ തിരിച്ചടിയായിട്ട് മാറും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം. ഒരുപക്ഷെ ഒരു 2 വർഷം എങ്കിലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കളങ്കരഹിതമായ ഭരണം കാഴ്ചവെക്കാനായി ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഇടതുപക്ഷ മന്ത്രിമാർ ഇന്ന് സെക്രട്ടേറിയറ്റിലെത്തിയത്. പുതിയ മന്ത്രിമാരെ വകുപ്പ് സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. വകുപ്പുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകൾക്കിടെ വരാൻ പോകുന്ന ഭരണത്തെപ്പറ്റിയുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും മന്ത്രിമാർ മറുപടി നൽകി. പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടാണ് ഇടതുമുന്നണി മന്ത്രിമാർ അധികാരത്തിൽ അവരോധിതരാവുന്നത്. മന്ത്രിസ്ഥാനത്ത് ഇതാദ്യമായി എത്തിയവർക്ക് അമ്പരപ്പോ അതിരുകടന്ന ആത്മവിശ്വാസമോ ഇല്ല. തികച്ചും യാഥാർത്ഥ്യബോധത്തോടെ വിഷയങ്ങളെ സമീപിക്കുന്നതിനാണ് പല മന്ത്രിമാർക്കും ഇഷ്ടം. അഴിമതിരഹിത ഭരണമെന്ന അടിസ്ഥാന മുദ്രാവാക്യത്തിനൊപ്പം വികസനവും സമന്വയിക്കുന്നതാണ് പുത്തൻ മന്ത്രിമാരുടെ വികസന പരിപ്രേക്ഷ്യം. 4 പുതിയ മന്ത്രിമാരാണ് അവരുടെ വകുപ്പുകളിൽ അടിയന്തരമായി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെപ്പറ്റി മനസ്സു തുറന്നത്. മുൻ സർക്കാരുകളുടെ കാലത്ത് വിവാദ തീരുമാനങ്ങൾ കൊണ്ട് ഏറെ പഴികേട്ട റവന്യൂ വകുപ്പിനെ അഴിമതി വിമുക്തമാക്കുക എന്നതാണ് ഈ ചന്ദ്രശേഖരൻ്റെ ആദ്യ കടമ. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ലെന്ന് അദ്ദേഹം പറയുന്നു. 2016 ജനുവരി മാസം 1-ാം തീയതി മുതൽ കഴിഞ്ഞ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരിശോധിക്കാൻ ഒരു സബ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ അവസാന തീരുമാനങ്ങൾ 800 തീരുമാനങ്ങൾ എടുത്ത് ഉൾപ്പെടെ അതിൽപ്പെടും. അത് ശരിയേത് തെറ്റേതെന്ന് നിർണ്ണയിക്കാൻ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷം സാധ്യമാകും. ബാറുകൾ പൂട്ടിയിട്ടും മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞില്ലെന്നും എന്നാൽ മദ്യവർജനത്തിനായി ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടതെന്നും എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. ഞാനിതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. മദ്യത്തോടുള്ള നിലപാടെന്താണ്? മദ്യവർജനത്തിലാണ് നിൽക്കുന്നത്. മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കും. ജനങ്ങളെ മദ്യത്തിൽ വിമുക്തമാക്കുക എന്നുള്ളതാണ്. പ്രചാരണത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. ഇവർ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയണം. ഷാപ്പുകളുടെ എണ്ണം കുറച്ചിട്ടും മദ്യവിൽപ്പന കുറഞ്ഞിട്ടില്ല എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എല്ലാ റിപ്പോർട്ടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാടെടുക്കും. തോട്ടം മേഖലയിലെ തൊഴിൽ ചൂഷണങ്ങളിൽ സർക്കാർ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ TP രാമകൃഷ്ണന് 2 പക്ഷമില്ല. കശുവണ്ടി തൊഴിലാളികൾക്കൊപ്പമാണ് ഈ സർക്കാരെന്ന് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയും പറഞ്ഞു. ഇതിൻ്റെ ആദ്യപടിയായി കശുവണ്ടി വികസന കോർപ്പറേഷൻ ഉടൻ തുറക്കും. അഴിമതി ഇല്ലാതാക്കും. സുതാര്യത ഉറപ്പുവരുത്തും. ഇനിയിപ്പോൾ നമ്മൾ തോട്ടണ്ടി സുതാര്യമായി ഈ ടെൻഡർ വഴി തോട്ടണ്ടി വാങ്ങി പ്രോസസ്സ് ചെയ്യുന്ന പരിപ്പ് കയറ്റുമതി ചെയ്യും. ഇവിടെ ഇൻറ്റേണലായി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി വിൽക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തൊഴിൽ ഉറപ്പാക്കുക, അവർക്കിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള മിനിമം കൂലി ഉറപ്പാക്കുക. അതിന് കാഷ്യൂ കോർപ്പറേഷൻ ആദ്യം തുറക്കണം. തുറന്നതിന് ശേഷം സ്വകാര്യ ഫാക്ടറി ഉടമകളോട് തുറക്കണം നമ്മൾ ആവശ്യപ്പെടും. തുറന്നില്ല എങ്കിൽ എന്ത് വേണമെന്നുള്ളത് പിന്നാലെ ആലോചിക്കേണ്ട കാര്യമാണ്. എന്തായാലും കശുവണ്ടി തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നത് ഇടതുപക്ഷ മുന്നണിയുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചിരിക്കുന്നു. തീരദേശ പരിപാലന നിയമത്തിന്റെ കുരുക്കിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിനായി കേരളത്തിന്റെ തീരപ്രദേശത്തെ ചെറിയ റോഡുകൾ ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ സംസ്ഥാനപാത തുറക്കുമെന്നും ഇതുവഴി കേന്ദ്ര ചട്ടത്തിൽ ഇളവ് ലഭിക്കുമെന്നും ഇതിനുവേണ്ട പണം ഒരു പ്രശ്നമല്ലെന്നും ഫിഷറീസിന്റെ ചുമതലയുള്ള മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞുവെച്ചു. കേരളത്തിൽ നിലവിലുള്ള ഒരു തുണ്ട് കൃഷിഭൂമി പോലും ഇനി നികത്താൻ അനുവദിക്കില്ലെന്നും ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിൽ സർക്കാർ നേരിട്ട് കൃഷി ചെയ്യുമെന്നും കൃഷിമന്ത്രി VS സുനിൽകുമാർ പീപ്പിളിനോട് പറഞ്ഞു. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കും. പുതിയ തലമുറയെ കാർഷിക വൃത്തിയിലേക്ക് അടുപ്പിക്കുന്നതിന് കൃഷിരീതി സിലബസിന്റെ ഭാഗമാക്കും. കൃഷി ചെയ്യുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകും. SPC ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്, NCC ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്, NSS ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്, സ്പോർട്സ് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്, നീന്തലിന് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്നതിന് കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃഷിക്ക് കൂടി ഈ ഗ്രേസ് മാർക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്കൂളുകളും രക്ഷകർത്താക്കളും കുട്ടികൾ തയ്യാറായിട്ട് വരും. അപ്പോൾ അവർക്കും അതിനുകൊണ്ട് താല്പര്യപൂർവ്വം രംഗത്ത് വരാൻ തയ്യാറാവും. അല്ലെങ്കിലൊന്നും കുട്ടികളെ കൊണ്ടൊന്നും സ്കൂളുകളൊന്നും വലിയ താല്പര്യം എടുക്കാൻ പോകുന്നില്ല.
ഏറ്റെടുക്കുന്നത് കനത്ത ഉത്തരവാദിത്തമെന്നറിയാമെങ്കിലും പ്രതിസന്ധികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ ജനങ്ങളോട് ചെയ്യാമെന്നേറ്റത് നടപ്പിൽ വരുത്താനാണ് ഈ 4 മന്ത്രിമാരുടെയും തീരുമാനം. വിവിധ മന്ത്രിമാരുമായുള്ള അഭിമുഖത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ നജീബിനൊപ്പം തിരുവനന്തപുരത്തു നിന്നും എസ് ജീവൻകുമാർ. തിരികെ വാർത്തകളിലേക്ക്. UDF സർക്കാരിന്റെ വിവാദ ഉത്തരവുകൾ പുനഃപരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട മന്ത്രിസഭാ ഉപസമിതി തിങ്കളാഴ്ച യോഗം ചേരും. ജനുവരി 1 ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ കൈക്കൊണ്ട വിവാദ ഉത്തരവുകളാണ് ഉപസമിതി പരിശോധിക്കുക. വിവാദ തീരുമാനങ്ങൾ അന്വേഷിക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. നിയമം നടപ്പാക്കാനാണ് ശ്രമമെന്ന് സമിതി കൺവീനർ AK ബാലൻ പ്രതികരിച്ചു. കഴിഞ്ഞ സർക്കാർ അവസാനകാലത്ത് തിടുക്കത്തിലെടുത്ത തീരുമാനങ്ങൾ അഴിമതി ലക്ഷ്യമിട്ടാണെന്ന വിമർശനമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജനുവരി 1 ശേഷമുള്ള സർക്കാർ തീരുമാനങ്ങൾ പരിശോധിക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇതിനായി രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം തിങ്കളാഴ്ച ചേരും. പ്രതികാര നടപടി സ്വീകരിക്കില്ലെന്നും എന്നാൽ നിയമം നടപ്പാക്കുമെന്നും സമിതി കൺവീനർ AK ബാലൻ പറഞ്ഞു. ഭരണകക്ഷിയായാലും ശരി, പ്രതിപക്ഷത്തായാലും ശരി, അഴിമതിക്കാരാണോ നേതൃത്വം കൊടുക്കുന്നത്, ആരാണോ അഴിമതി നടത്തുന്നത്, അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിയമപരമായി ശിക്ഷിക്കുക. അവസാന 4 മന്ത്രിസഭാ യോഗങ്ങളിൽ വൻതോതിൽ നടത്തിയ ഭൂമിദാന ഉത്തരവുകളിൽ ചിലത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതുൾപ്പെടെയുള്ള മുഴുവൻ തീരുമാനങ്ങളും സമിതി പരിശോധിക്കും. AK ബാലന് പുറമെ മന്ത്രിമാരായ TM തോമസ് ഐസക്, മാത്യു T തോമസ്, VS സുനിൽകുമാർ, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് ഉപസമിതി അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പൊതുമരാമത്ത് വകുപ്പിൽ അഴിമതി അനുവദിക്കില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ. സർക്കാർ ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം അനുവദിക്കില്ല. PWDയിലെ പുറം കരാറുകൾ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നാഷണൽ ലെവലിൽ തന്നെ ഈ കോൺട്രാക്ടർ, ബ്യൂറോക്രാറ്റ്, കറന്റ് പൊളിറ്റീഷ്യൻ ലോബിയുണ്ട്. ഇത് 3 കൂടെ ചേർന്നാണ് നമ്മുടെ വികസനത്തിന് എമൗണ്ട് തന്നെ അടിച്ചത്. അത് കേരളത്തിലും ആനുപാതികമായ ശക്തിയുള്ളതാണ്. അതെല്ലാം നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ സംസാരിക്കുന്നതാണ്, നിയമസഭയിലൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ആ ഒരു കറപ്ഷനിൽ നിന്ന് ഒഴിവാക്കാവുന്നിടത്ത് ഒഴിവാക്കണമല്ലോ. അഴിമതിക്കെതിരായ ഒരു നിലപാടും കൂടെ എൻ്റെ ഭാഗമായിട്ട് വരും. എന്നാലേ അത് ഉള്ള പൈസ പൂർണ്ണമായിട്ടും ആ പ്രോജക്റ്റിന് ചെലവഴിക്കും. ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള പിന്നെ അതിൻ്റെ മറ്റൊരുപാട് കാര്യമുണ്ട്. ഒരു ബോധവൽക്കരണം ഉദ്യോഗസ്ഥന്മാർ നടത്തുകയും പബ്ലിക്കിനോട് പറയുകയും ചെയ്യും. തിരികെ വാർത്തകളിലേക്ക്. കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബെസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. നന്മയും വികസനവുമുള്ള കേരളത്തിന് സഭയുടെ സഹകരണം വാഗ്ദാനം ചെയ്തതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാർ ക്ലിമീസ് കത്തോലിക്ക ബാവ പറഞ്ഞു. സർക്കാരിൻ്റേത് നല്ല തുടക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലെത്തിയ കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ മുഖ്യമന്ത്രി പിണറായി വിജയന് ആശംസകൾ നേർന്നു. തുടർന്ന് അല്പസമയം സൗഹൃദ സംഭാഷണം നടത്തിയ ശേഷമാണ് ക്ലിമീസ് ബാവ പുറത്തേക്കിറങ്ങിയത്. നന്മയും വികസനവുമുള്ള കേരളത്തിന് സഭയുടെ പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതായി കർദിനാൾ പറഞ്ഞു. പുതിയ മുഖ്യമന്ത്രിയോട് ഞാൻ എല്ലാ വിജയാശംസകളും നേർന്നു. നന്മയുള്ള കേരളം, നല്ല വികസനമുള്ള കേരളം, എല്ലാവർക്കും സ്ഥലമുള്ള കേരളം, അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വാഗ്ദാനം ചെയ്തു. അദ്ദേഹം സന്തോഷത്തോടെ ആ സഹകരണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. നല്ല ഒരു സംഭാഷണം. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വിശദമായി അവധാനതയോടുകൂടി സംസാരിക്കാനുള്ള എല്ലാ സാധ്യതയും അദ്ദേഹം തുറന്നിട്ടിട്ടുണ്ട്. ഞങ്ങളതിൽ വളരെ തൃപ്തരുമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മെയ് 25-ന് സത്യപ്രതിജ്ഞയുടെ തിരക്കേറിയ ദിനത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈരളി TV സന്ദർശിക്കാൻ സമയം കണ്ടെത്തി. ചെയർമാൻ മമ്മൂട്ടിയും MD ജോൺ ബ്രിട്ടാസും ചേർന്ന് പിണറായിക്ക് സ്നേഹോഷ്മളമായ വരവേൽപ്പ് നൽകി. പിണറായിയുടെ സന്ദർശനം കൈരളി പ്രവർത്തകർക്കും ആവേശമായി. പിണറായി വിജയന്റെ ദിവസം തുടങ്ങിയത് രാവിലെ 9 മണിക്ക് ഗവർണറെ കണ്ടുകൊണ്ട്. 10 മണിക്ക് LDF യോഗത്തിനെത്തി. യോഗം തീർന്നപാടെ എത്തിയത് കൈരളി ആസ്ഥാനത്ത്. നിയുക്ത മുഖ്യമന്ത്രിയാകുന്ന ആ മണിക്കൂറുകളിൽ അദ്ദേഹം സന്ദർശിച്ച ഒരേയൊരു സ്ഥാപനം കൈരളിയായി. ആ വികാരം കേരളത്തിന്റെ പുതിയ നായകൻ ഇങ്ങനെ വാക്കുകളിൽ പകർത്തി. കൈരളിയുടെ സന്തോഷം എനിക്കുമുണ്ടാകുന്ന സന്തോഷമാണ്. എനിക്കുണ്ടാകുന്ന സന്തോഷം കൈരളിക്കും സന്തോഷമാണെന്ന് തന്നെയാണല്ലോ പ്രതീക്ഷിക്കുന്നത്.
കൈരളി ചെയർമാൻ കൂടിയായ മഹാനടൻ ഭരത് മമ്മൂട്ടി അതൊരു പിറന്നാളാഘോഷവേളയുമാക്കി. സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം നമുക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു വെടിക്ക് ഒരു 3-4 പക്ഷികളെ നമ്മളിവിടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ആഘോഷത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് തന്നെ കേക്ക് മുറിക്കാൻ പറയാം. അപ്പോൾ അത് കൈരളി കുടുംബത്തിന്റെ ആഹ്ലാദവും ആശംസകളും MD ജോൺ ബ്രിട്ടാസും പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധി എന്നുള്ളത് കൈരളി കുടുംബത്തിൻ്റെ കൂടി ഒരു വിജയമായിട്ടും സന്തോഷമായിട്ടും ഞങ്ങൾ കാണുന്നു. വളരെ തിരക്ക് പിടിച്ച ഒരു സമയമായിട്ട് പോലും അദ്ദേഹം കൈരളി കുടുംബാംഗങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ വന്നതിൽ അദ്ദേഹത്തോട് നന്ദി ഞാൻ പറയുന്നു, കടപ്പാട് അറിയിക്കുന്നു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ചേർന്നാണ് നിയുക്ത മുഖ്യമന്ത്രിയെ വരവേറ്റത്. നടൻ ദിലീപും സന്നിഹിതനായിരുന്നു. തിരക്കിട്ട പകലിലെ 3/4 മണിക്കൂർ കൈരളി ടവേഴ്സിൽ ചെലവിട്ട പിണറായി വിജയൻ കൈരളിക്ക് ഒരാഹ്വാനം കൂടി നൽകിയാണ് യാത്രയായത്. ഒരു പരസ്പര ബന്ധമാണ് നാം തമ്മിലുള്ളത്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനം നാടിനു വേണ്ടി കൈരളി നിർവഹിക്കുന്ന സേവനവുമാണ്. അത് തുടർന്ന് നല്ല രീതിയിൽ തന്നെ നിർവഹിക്കാൻ കൈരളിക്ക് കഴിയട്ടെ എന്ന് മാത്രം ഇപ്പോൾ ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ GITDയിലെ വിദ്യാർത്ഥികളും ഡിസൈനർമാരും ഒരുക്കിയ എക്സലന്റ് എക്സ്പോ 2014 പ്രദർശനം പാലാ എക്സലൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനർ സെന്ററിൽ നടന്നു. വിദ്യാർത്ഥികളുടെ കരവിരുതിന്റെ പകിട്ട് പ്രകടമായ മേള കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. പാരീസിൽ നിന്ന് കെയ്റോയിലേക്കുള്ള യാത്രയ്ക്കിടെ കാണാതായ ഈജിപ്ത് എയർ വിമാനത്തിന് സാങ്കേതിക തകരാറുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് റിപ്പോർട്ട്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് നടത്തിയ പരിശോധനകളിലൊന്നും സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നില്ല. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുന്നു. രാജ്യത്ത് പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന എല്ലാ ബസ്സുകളിലും എമർജൻസി ബട്ടണുകളും CCTV ക്യാമറകളും വെഹിക്കിൾ ട്രാക്കിംഗ് ഉപകരണങ്ങളും നിർബന്ധമാക്കുന്നു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് നടപടി.